ഡൽഹിയിൽ നിന്ന് വരുന്നതാണ്. ആം ആദ്മി പാർട്ടി MP സ്വാതി മല്ലിവാളിനെ മർദ്ദിച്ചുവെന്ന പരാതിയിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് അറസ്റ്റിൽ. അരവിന്ദ് കെജ്രിവാളിന്റെ ഔദ്യോഗിക വസതിയിൽ നിന്നാണ് ബിഭവ് കുമാറിനെ അറസ്റ്റ് ചെയ്തത്. മർദ്ദനത്തിൽ സ്വാതി മല്ലിവാളിന്റെ ശരീരത്തിൽ പരുക്കേറ്റു എന്നാണ് മെഡിക്കൽ റിപ്പോർട്ട്. അതേസമയം സ്വാതി മല്ലിവാളിനെതിരെ ആം ആദ്മി പാർട്ടി നേതാക്കൾ ഇന്നും രംഗത്തെത്തി. ആർ അച്യുതൻ വിവരങ്ങളുമായി. അച്യുതൻ, ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചത് വലിയ പ്രതിരോധത്തിലാകുന്ന വിഷയം തന്നെയാണ്. കാരണം മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ അസിസ്റ്റന്റ് അറസ്റ്റിലായിരിക്കുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസമായി ഈ വിഷയം അന്തരീക്ഷത്തിൽ പുകയുന്നുണ്ട്. ഇപ്പോൾ പരുക്കുണ്ട് എന്ന് മെഡിക്കൽ റിപ്പോർട്ട്. എന്നാൽ ആം ആദ്മി പാർട്ടി അത് നിഷേധിക്കുന്നു. ആ തരത്തിലേക്ക് ചില പ്രസ്താവനകൾ പുറത്തിറക്കുന്നു. എത്രത്തോളം ഗുരുതരമാണ് സംഭവവികാസങ്ങൾ? ഇന്നിപ്പോൾ വൈകിട്ട് മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണും. ഇതാദ്യമായി വിഷയത്തിൽ അദ്ദേഹം പ്രതികരിക്കുമെന്ന് പ്രതീക്ഷിക്കാമോ? അനുജ, ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ആ ഒരു പശ്ചാത്തലത്തിൽ പ്രത്യേകിച്ച് ഡൽഹിയിൽ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് ആം ആദ്മിക്കെതിരെ അല്ലെങ്കിൽ കേജ്രിവാളിൻ്റെ വസതിയിൽ ഇത്തരത്തിൽ സ്വന്തം പാർട്ടിയിലെ MP നേരെ അതിക്രമം ഉണ്ടായി എന്ന പരാതി ഉയരുന്നത്. തുടർന്നുണ്ടായ വലിയ വിവാദങ്ങളാണ് ഈ ആം ആദ്മി പാർട്ടി കേന്ദ്രീകരിച്ചൊക്കെ തന്നെ ഉണ്ടായത്. എന്തായാലും അതിലിപ്പോൾ സ്വാതി മല്ലിവാളിൻ്റെ പരാതിയിലാണ് ബിഭവ് കുമാറിനെ ഡൽഹി പോലീസ് ഇന്ന് ഉച്ചയോടുകൂടി അറസ്റ്റ് ചെയ്തത്. അദ്ദേഹത്തെ ഇപ്പോൾ സിവിൽ ലൈനിലെ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിരിക്കുകയാണ്. ഇന്ന് വൈകിട്ടോടുകൂടി കോടതിയിൽ ഹാജരാക്കും എന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. ഒപ്പം തന്നെ മറ്റൊന്ന്, ഇതിനെ രാഷ്ട്രീയമായി പ്രതിരോധിച്ചുകൊണ്ട് ആം ആദ്മി പാർട്ടിയും രംഗത്ത് എത്തിയിരിക്കുകയാണ്. കാരണം ഇന്നലെ തന്നെ സ്വാതി മല്ലിവാളിൻ്റെ പരാതി ആരോപണങ്ങളെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ആം ആദ്മി പാർട്ടി രംഗത്ത് വരുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഇന്നലെ ഒരു ദൃശ്യം പുറത്തുവിട്ടിരുന്നു. തൊട്ടു പിന്നാലെ ഇന്ന് വീണ്ടും ഒരു ദൃശ്യം പാർട്ടി പുറത്തുവിടുന്ന ഒരു രീതിയാണ് കണ്ടത്. കാരണം അരവിന്ദ് കെജ്രിവാളിൻ്റെ വസതിയുടെ മുൻപിലെ ഗേറ്റിൻ്റെ അവിടുത്തെ ദൃശ്യങ്ങളാണ് പുറത്തുവിട്ടത്. അതിൽ സ്വാതി മല്ലിവാളിനെ ഡൽഹി പോലീസിലെ വനിതാ ഉദ്യോഗസ്ഥർ പുറത്തേക്ക് കൊണ്ടുവരുന്ന ദൃശ്യങ്ങളാണ്. ഒപ്പം PCR കോളിനെ തുടർന്ന് എത്തിയ ഡൽഹി പോലീസ് സംഘത്തെയും ആ ദൃശ്യങ്ങളിൽ കാണാം. അങ്ങനെ അത് ഉപയോഗിച്ചുകൊണ്ട് സ്വാതി മല്ലിവാൾ പരാതിയിലൂടെ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ കളവാണെന്നാണ് ആം ആദ്മി പാർട്ടി ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഉന്നയിക്കുന്നത്. മറ്റൊന്ന്, ഈ ആരോപണത്തിൽ സ്വാതി മല്ലിവാൾ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ട്. ഇന്ന് വസതിയിലെത്തിയ ഡൽഹി പോലീസ് CCTV ദൃശ്യങ്ങളുടെ DVR സീൽ ചെയ്ത് കൊണ്ടുപോവുകയുണ്ട്. ഒപ്പം തന്നെ അതിൽ ഏതെങ്കിലും തരത്തിലുള്ള കൃത്രിമം നടന്നിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുമെന്ന് കൂടി ഡൽഹി പോലീസ് അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു വശത്ത് ഈ കേസുമായി ബന്ധപ്പെട്ട നടപടികൾ പുരോഗമിക്കുന്നു, മറുവശത്ത് ഇതിനെ രാഷ്ട്രീയമായി കൂടി ആം ആദ്മി പ്രതിരോധിക്കുകയാണ്. കാരണം ആ തെരഞ്ഞെടുപ്പ് സാഹചര്യം മുൻപിലുള്ളത് കൊണ്ട് തന്നെ അതിന് ഒരു വെല്ലുവിളി ഉയർന്ന തരത്തിലേക്ക് ഈ സംഭവവികാസങ്ങൾ മാറാതിരിക്കുവാൻ കൂടിയാണ് അതിനെ കൃത്യമായി പ്രതിരോധിക്കുന്നത്. കാരണം ഈ ആരോപണം ഉയർന്നതിന് വലിയ രീതിയിലുള്ള ഒരു പ്രചരണം ഇതുമായി ബന്ധപ്പെട്ട് നടത്തുകയുണ്ട്. അനുജ, തീർച്ചയായിട്ടും. കാരണം ഇതുവരെയും BJP അടക്കം ഉന്നയിച്ചത് ഈ വിഷയത്തിൽ അരവിന്ദ് കെജ്രിവാൾ മൗനം പാലിക്കുകയാണ്, യാതൊരു മറുപടിയും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ഇന്ന് 5 മണിക്ക് വിളിച്ചു ചേർത്തിരിക്കുന്ന വാർത്താ സമ്മേളനത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം അത് അരവിന്ദ് കെജ്രിവാളിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായേക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം കേജ്രിവാൾ ഈ വിഷയത്തിൽ പ്രതികരിക്കാതിരിക്കുന്നത് മറ്റൊരു തരത്തിൽ ആം ആദ്മിക്ക് അത് വെല്ലുവിളിയാകുന്നു, അല്ലെങ്കിൽ അത് ഉയർത്തിയുള്ള BJPയുടെ പ്രചാരണം അത് ആം ആദ്മിക്ക് കൂടുതൽ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ കേജ്രിവാളിൻ്റെ ഒരു പ്രതികരണം ഈ വിഷയത്തിൽ ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഈ സംഭവം നടക്കുന്നത് കേജ്രിവാളിൻ്റെ വസതിയിൽ വെച്ചാണ്. അത് തന്നെയാണ് മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് ഏറ്റവും അദ്ദേഹത്തെ പ്രതിരോധത്തിലാക്കുന്ന വിഷയം. അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗം അറസ്റ്റിലായിരിക്കുന്നു. എന്താണ് മുഖ്യമന്ത്രിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്? നമുക്ക് 5 മണിക്ക് ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ പ്രതികരണം അറിയാൻ കഴിയും.